നമസ്കാരം, ഞാൻ നാസർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അപ്രതീക്ഷിതമായ ഒരു അതിഥിയാണ് കിട്ടിയത്. AT അലി സാഹിബ് അല്ലേ? ജീവിതത്തിൻ്റെ കനൽപഥങ്ങളിലൂടെ ഒന്നുമില്ലായ്മയിൽ വളരെ താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്നു. എനിക്ക് തോന്നുന്നത് ചെയ്യാത്ത ജോലി ഒന്നുമില്ല അല്ലേ? ഏകദേശം ഒരു പ്രവാസി ചെയ്യാവുന്ന എല്ലാ ജോലിയും ചെയ്ത് അവസാനം ഒരു ബാങ്കിന്റെ മാനേജറായിട്ടാണ് റിട്ടയർഡ് ആവുന്നത് അല്ലേ? 42 വർഷം, 4 പതിറ്റാണ്ടിലധികം കാലം ഈ UAE മണ്ണിൽ ഈ ചൂടും തണുപ്പും ഒക്കെ കൊണ്ട് ജീവിച്ച് പിന്നെ ആ ജീവിതാനുഭവങ്ങളും അതോടൊപ്പം ഈ 42 വർഷത്തിന് ശേഷം നാട്ടിൽ ചെന്നിട്ടാണ് ഈ പുസ്തകം എഴുതുന്നത് അല്ലേ? ഇതെനിക്ക് വായിക്കാൻ സമയം കിട്ടിയില്ല. ഇത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മേയും വഴികൾ. ഇത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളല്ല, യാത്രയാണ്. അധികം ഇന്ത്യയിലൂടെയുള്ള യാത്ര. എനിക്കതിൽ വളരെ അത്ഭുതം തോന്നിയത് ഒന്ന്, ഈ പുസ്തകത്തിന് ഒരു നവാഗത എഴുത്തുകാരന് സത്യചിത്ര ഗോൾഡൻ ബുക്ക് അവാർഡ് കിട്ടുക. അതോടൊപ്പം തന്നെ അതിനേക്കാളും എനിക്ക് അത്ഭുതം തോന്നിയത് ഇതിൻ്റെ അവതാരിക എഴുതിയത് സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. അതെങ്ങനെ സംഘടിപ്പിച്ചു? നമുക്ക് അതിൽ അങ്ങ് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ഞാൻ നാട്ടിൽ പോയപ്പോ എൻ്റെ ലൈഫ് അത്യാവശ്യം എഴുതാനുണ്ട്. കാരണം ഒരുപാട് പറഞ്ഞതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് എല്ലാ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ജോലി ചെയ്യാനുള്ള അറിവില്ല, അതിൽ വിദ്യാഭ്യാസമില്ല. അപ്പൊ എല്ലാ ജോലിയും ചെയ്യണ്ടേ? നമുക്ക് ഒറ്റ ലക്ഷ്യം പൈസ ഉണ്ടാക്കുക എന്ന് മാത്രം. അപ്പൊ അതില് ഏറ്റവും താഴ്ന്ന പണിയൊന്നും വലിയ പണിയൊന്നുമില്ല. ഹോട്ടലിൽ പണിയെടുക്കും, ഇതിൻ്റെ അടുത്ത് സൂപ്പർ മാർക്കറ്റ് മുതൽ ഫുട്പാത്തിൽ കച്ചവടം വരെ ഒക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ എത്തി. 2020 നാട്ടിൽ പോയി ബാങ്കിൽ പറഞ്ഞല്ലോ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് റിട്ടയർഡ് ആയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ വളരെ ചെറുപ്പം മുതലേ എനിക്കൊരു ഇതുള്ളത് നല്ല വായിക്കും. വളരെ ചെറുപ്പത്തിലെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഇല്ല എന്നുള്ളൂ. 10ാം ക്ലാസ് വരെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ ഇതുള്ളൂ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വായിക്കും മുഹമ്മദ് ബഷീർ, അതേപോലെ തകഴി, ആ കാലത്തുള്ള 10ാം ക്ലാസ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് അലിക്കനെ പരിചയപ്പെടുത്തിയ നിയോടെക് സിദ്ദിഖ് ഹാജിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പരീക്ഷയിലും തോറ്റിട്ടില്ല. അപ്പൊ എന്താ സിദ്ദിഖ് ഹാജി അത്ര? അല്ല, അത് ഞാൻ പരീക്ഷ എഴുതിയിട്ട് വേണ്ടേ എന്ന് പറയും. പുള്ളി ഇപ്പം നാളൊരു പരീക്ഷ തോറ്റു. നാട്ടിൽ വന്നിട്ട് പുള്ളി അവിടെ കരുനാഗപ്പള്ളിയിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി നാട്ടിലെ ലൈസൻസ് കിട്ടാൻ വേണ്ടി. അത് പുള്ളി പരാജയപ്പെട്ടു. അത് പലർക്കും അറിയില്ല. സിദ്ദിഖ് ഹാജിനെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. അദ്ദേഹം ആ പരീക്ഷ തോറ്റു. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ആ ഒരു നല്ല മനുഷ്യനാണ് ഇതിനൊക്കെ നിമിത്തം. വളരെ ഗംഭീരമായ ഒരു ഇതിൻ്റെ പ്രകാശന കർമ്മവും സ്വീകരണം ചടങ്ങും ദുബായിൽ വെച്ചിട്ട് നടന്നു. എനിക്കൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു വർക്കിംഗ് ഡേയിലായിരുന്നു. ഈ വർക്കിംഗ് ഡേയിൽ ഒരു പരിപാടി വെച്ചാൽ ഇവിടെ വളരെ കുറച്ച് ആളുകളാണ് പങ്കെടുക്കുക. പക്ഷെ അതിൽ നല്ല നമ്മളെ ഹാള് നിറഞ്ഞ് കവിഞ്ഞു അല്ലെ, കളർഫുള്ളായി. ഞാനൊന്ന് വന്ന് പോരാൻ വിചാരിച്ച് ഞാനത് ആദ്യം മുതൽ അവസാനം വരെ ഇരുന്നു. അത് വന്നത് ഞാൻ മാത്രമല്ല, എല്ലാവരും അവിടെ ഇരുന്നു. കാരണം അവിടെ ഓരോരുത്തരുടെ പ്രസംഗവും ബഷീർ തിക്കോടിയുടെ പരിചയപ്പെടുത്തൽ മുതൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ കിൽട്ടൺ അല്ലേ? കിൽട്ടനാണ്. അദ്ദേഹം IPA പ്രസിഡന്റ് കൂടിയാണ്, ചെയർമാനാണ്. പിന്നെ ഓരോരുത്തരുടെ പേരെടുത്ത് വരുമ്പോൾ ഒരുപാട് നീണ്ടുപോകും. നമ്മൾ വേണ്ട എല്ലാ ആളുകളും പ്രസംഗിക്കുകയും എനിക്കതൊരു മനസ്സിൽ തട്ടിയ ഒന്നാണ് അലിക്കയുടെ മകളുടെ പ്രസംഗം. ഉപ്പയെ പറ്റിയും ഉപ്പയെ പുസ്തകത്തെക്കുറിച്ചും. ഒരു മകൾ, ചെറിയ കുട്ടി, എത്രയുള്ള പഠിക്കണം? ആൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ ആ ഒരു ഇത് എനിക്ക് വല്ലാതെ മനസ്സിൽ തട്ടിയിട്ടുണ്ട്. കാരണമുണ്ട്. അവള് എന്റെ ശിക്ഷണത്തിനാണ് കൂടുതൽ ഇവിടെ ഉണ്ടാകുമ്പോഴൊക്കെ വന്നത്. ഞാൻ ഈ പഴയ പാട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ അവളെ ഇരുന്ന് പഠിപ്പിക്കും. അതേ കൂടാതെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ സിനിമ ഫീൽഡിലും ഷോർട്ട് മൂവി ഫീൽഡിലൊക്കെ ഉണ്ട്. അപ്പൊ ഇവളെ ഒരു 8 ഷോർട്ട് മൂവിയിൽ ഇവള് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സിദ്ദീഖ് കൊടിയത്തൂരിന്റെ ആകാശം കടന്നുള്ള മൂവിയിൽ അവള് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവൾക്ക് ഈ സഭാകമ്പോ അല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ ഞാൻ അവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, ആരെങ്കിലും ഒരാള് 1-2 ആൾക്കാർ നിങ്ങളെ ഒരു ആശംസ പറയാൻ വേണം പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഈ സ്റ്റേജിൽ കയറിയിട്ട് എല്ലാവർക്കും അങ്ങോട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരാൾ മോൾ തന്നെ. അപ്പൊ ഞാൻ അവളോട് പെട്ടെന്ന്
പെട്ടെന്ന് പറഞ്ഞെടുത്ത് മോളെ ഒരു ആശംസ എന്താ ഇപ്പൊ പറയണ്ടേ, എനിക്കൊരു ആശംസ പറയാം, അത്രേ ഉള്ളൂ എന്നറിയും. അങ്ങനെ അത് പിന്നെ പ്രിപ്പയർ ചെയ്തിട്ടോ പറഞ്ഞിട്ടൊന്നുമില്ല. അവള് കയറിയിട്ട് അവൾക്ക് അറിയണമല്ലോ അതൊക്കെ. അവള് പാട്ട് പാടണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അതിന് അവള് ചുമ പിടിച്ചു. അല്ല, അതിന് വേറെ കാര്യമുണ്ട്. ഇനി പാട്ട് പാടുന്ന ഉദ്ദേശിച്ചാൽ പോലും നടക്കൂല. കാരണം അവിടെ നമ്മുടെ ആസ്ഥാന ഗായകൻ സെക്യൂർക്കുണ്ട്, സെക്യൂർ വടക്കോട്ട്. ഇപ്പൊ ഒരാൾക്ക് മൈക്ക് വിട്ട് കൊടുക്കൂല. അത് പുള്ളി ഇത് കേൾക്കണം, പുള്ളി ഇത് കേൾക്കുന്നുണ്ട്. പുള്ളി എന്ന് പറഞ്ഞാൽ പാട്ടിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ്. പുള്ളിയുടെ പാട്ട് നമ്മളൊക്കെ കേൾക്കാൻ വേണ്ടി നമ്മളൊക്കെ വിളിക്കും. പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നസർക്ക വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ പഴംപൊരി തിന്ന് ഈ പാട്ട് സഹിച്ച് നമ്മളൊക്കെ അങ്ങനെ ഉള്ള ഒരു ആസ്ഥാന ഗായകനാണ് ഞങ്ങളുടെ. അത് നല്ല എനിക്ക് തോന്നിയത്, സാധാരണ ഇന്നിപ്പോ നമ്മളെ ഒരു ഗാനമേള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ബോക്സുകൾ അട്ടിക്കിട്ട് സൗണ്ടോട് നമ്മൾ പാട്ട് കേൾക്കൂല, ചെവിടൊക്കെ ചെലവുന്ന രീതിയിൽ ശബ്ദം എന്തൊക്കെയോ പാടുന്നു പറയും. എനിക്കിത് ഞാൻ ഒന്ന് രണ്ട് പാട്ട് കേട്ടപ്പോൾ വളരെ മനോഹരമായിട്ട് അദ്ദേഹം നമ്മൾ ഈ ചില ഭക്ഷണത്തിലൊക്കെ ഉണ്ട് വല്ലാതെ മസാല ചേർക്കും പോലെയാണ്. ഇപ്പൊ പാട്ട് കേൾക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ ഭയങ്കര മ്യൂസിക് ഉപകരണങ്ങളുടെ ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഞാൻ ഈ പറഞ്ഞെടുത്ത് വരട്ടെ. അങ്ങനെ ഈ നാട്ടിൽ പോയപ്പോ എനിക്ക് ഒരു ചിന്ത, എന്റെ ഈ ലൈഫ് എന്ന് കരുതിയാലോ എന്താണ്. ആ സമയത്താണ് എന്റെ വീട്ടിൽ നിന്ന് എന്റെ മോളൊക്കെ പറഞ്ഞു നമുക്ക് ഒരു ടൂർ പോയാലപ്പ, അങ്ങനെ പോവാ. അപ്പൊ എവിടെയൊക്കെ പോകണം, പിന്നെ നമുക്ക് ഡൽഹി പോവാ. ഞാൻ മുമ്പ് പോയിട്ടില്ല, പോവാൻ അവസരം കിട്ടിയില്ല. കാരണം ഞാൻ UAE-ലിരുന്ന് കാശ്മീർ പിന്നെ അങ്ങനത്തെ കുറെ സ്റ്റേറ്റുകളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ഒരു 16 ദിവസത്തെ യാത്ര. 16 ദിവസത്തെ യാത്ര ഞാൻ പോയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. അവിടുത്തെ ജീവിതം, അവിടുത്തെ പിന്നെ മനുഷ്യരുടെ വസ്ത്രധാരണം, അവിടുത്തെ ഭാഷ, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ഭാഷ, അവരുടെ ഭക്ഷണ രീതി, ഇതൊക്കെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എന്നാ എൻ്റെ എഴുത്ത് ഇങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചു. ഓക്കെ. അപ്പൊ ഞാൻ എഴുതായിരുന്നു. ഇങ്ങനെ എഴുതി തുടങ്ങിയപ്പോൾ താജ്മഹൽ, കുത്തബ് മിനാർ, അതേപോലത്തെ ഒരുപാട് സംഭവങ്ങള്, പിന്നെ ക്ഷേത്രങ്ങള്, ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അപ്പൊ ഈ ഇതിലൊക്കെ ഞാൻ എഴുതാൻ വിചാരിച്ചപ്പോ എനിക്ക് തോന്നി അതിൽ വലിയ കാര്യമില്ല. കാരണം ഇന്ന് പിന്നെ ആർക്കും ഈ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടും. അപ്പൊ ഞാനത് എഴുതിക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നി ഇതൊന്നുകൂടി വിശദീകരിച്ച് എഴുതാം. അപ്പൊ ഞാൻ 2 രീതിയിലത് എഴുതിയത്. ചരിത്രങ്ങൾ അത് നമുക്ക് വളച്ചൊടിക്കാൻ പറ്റില്ല, അവർ എഴുതി വെച്ചത് നമുക്ക് എഴുതാനേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അത് കുറെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഞാൻ ആ ചരിത്രങ്ങൾ എഴുതിയതോട് കൂടി നേർക്കാഴ്ച എന്നുള്ളത് കൂടി വെച്ചു. ഞാൻ കണ്ടത് എനിക്ക് എഴുതാലോ. അപ്പൊ ഞാൻ കണ്ട താജ്മഹൽ, ഞാൻ കണ്ട കുത്തബ് മിനാർ, ഞാൻ കണ്ട മറ്റ് ഡൽഹി, ഞാൻ കണ്ട മറ്റ് കശ്മീർ, അങ്ങനത്തെ സുഖവാസ കേന്ദ്രങ്ങൾ, ഇതൊക്കെ ഞാൻ കണ്ട രീതിയിലാണ് എഴുതുന്നതോടൊപ്പം പിന്നെ അമർ ശങ്കരാചാര്യ ക്ഷേത്രം, അപ്പൊ പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളുടെ പേരിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പിന്നെ ടൗണുകളുണ്ട്, ഗ്രാമങ്ങൾ, കുറെ ടൗണൊക്കെ അങ്ങനത്തെ ആൾക്കാരെ പേരാകുമ്പോ അപ്പൊ ഞാൻ ഈ ഉദ്ദേശിച്ച് ഇതൊക്കെ വലിയ മഹ വ്യക്തിത്വങ്ങളാവുമല്ലോ. അപ്പൊ ഞാൻ കുറച്ച് കുട്ടികളോട്, ഞാൻ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളോടൊക്കെ എടുത്ത് ഡിസ്കസ് ചെയ്യും. എന്താണ് മക്കളെ ഈ പിന്നെ ഓരോ കാര്യങ്ങൾ, അത് രാജ്യസഭ എന്താണ്, ലോകസഭ എന്താണ്, അതേപോലെ ഇന്ത്യൻ ഭരണഘടന എന്താണ്, കേന്ദ്ര പിന്നെ ഭരണ പ്രദേശങ്ങൾ എന്താണ്, ഏതാണെന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഇവർക്ക് അറിയുന്നില്ല. അവർ പറയുമ്പോ വിദ്യാഭ്യാസത്തിൽ പിന്നെ 3rd ഇയർ ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രി. അപ്പൊ എനിക്ക് തോന്നി എന്നാ ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ ഈ വക വിഷയങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും, അവിടുത്തെ യാത്ര, അവിടുത്തെ എങ്ങനെയൊക്കെ സ്ഥലങ്ങൾ, അവിടുത്തെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ, അവിടുത്തെ മറ്റുള്ള റെസ്റ്റോറൻറ്റുകൾ, അവിടുത്തെ വലിയ വലിയ സ്ഥാപനങ്ങൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം, അങ്ങനത്തെ സ്ഥലങ്ങൾ, രാജ്യസഭ, ലോകസഭ, അതിൻ്റെ രീതി, ഭരണഘടന, കേരള സംസ്ഥാന പ്രദേശങ്ങൾ, അവിടുത്തെ ആ വിഷയങ്ങളിലൊക്കെ ഒന്നാണ്ട് ഇരിക്കാൻ. അങ്ങനെ ഞാനത് ഒരു കൊല്ലത്തോളം ഞാൻ ഇരുന്ന് ഏകദേശം ഒക്കെ ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ എഴുതിയപ്പോ ഒരു യാത്ര വിവരണം അല്ല അത്. സത്യത്തില് യാത്രാ അനുഭവത്തോടൊപ്പം കുട്ടികൾക്ക് ആ LP ആയിക്കോട്ടെ, UP ആയിക്കോട്ടെ, കോളേജ് കുട്ടികളായിക്കോട്ടെ, ഡിഗ്രി സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഇത് പഠിക്കാൻ, അവർക്ക് എല്ലാം കൂടിയിട്ട് ഒരു കുടക്കീഴ് എന്നുള്ള നിലക്ക് അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി. അതാണ് ഇതിൽ പ്രത്യേകത. ഇത് വായിച്ച 1-2 ആൾക്കാർ, പ്രധാനപ്പെട്ട ലീല കൃഷ്ണൻ സാറ്, ആലങ്കോട്
ലീലാകൃഷ്ണൻ സാർ, നാട്ടുകാരാണല്ലോ നാട്ടുകാർ. അപ്പൊ എൻ്റെ നാട്ടിലുള്ള തന്നെ പ്രൊഫസർ ചന്ദ്രഹാസൻ മാഷ്, അങ്ങനെ കുറെ സാഹിത്യകാരന്മാർ, പിന്നെ മലപ്പുറത്തുള്ള കുറെ സാഹിത്യന്മാർ, ഇവരുടെ ഇതൊക്കെ വായിച്ചിട്ട് ഇവരൊക്കെ പറഞ്ഞ് ഇത് നന്നായിട്ടുണ്ട്. എങ്ങനെ നന്നായിട്ടുണ്ട്? ഇതിൽ താങ്കൾ ഒരു യാത്രാ വിവരണമല്ലത്, യാത്രാ അനുഭവത്തോടു കൂടി ഒരുപാട് പഠിക്കാനുള്ള റെഫറൻസ് കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഓക്കെ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു മാനസികമായിട്ട് സുഖം കിട്ടി. അങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുന്നേ എൻ്റെ സുഹൃത്ത് സവാദ് മാറഞ്ചേരി എന്ന് പറയും, നിങ്ങളൊക്കെ അറിയും, നല്ലൊരു ആർട്ടിസ്റ്റാണ്, മാറഞ്ചേരിയിലെ ഏറ്റവും പ്രഗത്ഭനായ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അലിക്ക നിങ്ങളുടെ പുസ്തകം ഈ പിന്നെ സത്യജിത്ര അവാർഡ് ഉണ്ട്, അത് അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ടതാണ്, അവിടേക്കൊന്ന് അയച്ചു കൊടുക്കൂന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ വേണം എന്താന്ന് വെച്ച്, പുള്ളിയുടെ നിർബന്ധ പ്രകാരം ഞാൻ അവിടേക്ക് ഒരു 3 കോപ്പി പുസ്തകം അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ ബന്ധപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടാവുമെങ്കിൽ 3 ജഡ്ജിമാർ ജൂറിമാർ ഇത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അംഗീകാരം കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനത് മറന്നുപോയി. ഇപ്പൊ കഴിഞ്ഞ 27-ാം തീയതി ഏപ്രിൽ 20-ാം തീയതി ഞാൻ മക്കളുമായിട്ട് UAE ഒന്ന് സന്ദർശിക്കാൻ വന്നപ്പോഴാണ് എനിക്ക് പിന്നെ നെക്സ്റ്റ് പിന്നെ ഫ്രൈഡേ, അതായത് കഴിഞ്ഞ 9-ാം തീയതി എനിക്ക് അവിടുന്ന് വിളിക്കാണ്, എനിക്ക് മെസ്സേജ് വന്നു, നിങ്ങളുടെ സഞ്ചാര സാഹിത്യത്തിന് 2024 അവാർഡ് 3 ജൂറിമ അവാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ചിന്തിക്കാൻ പോലും കഴിയാത്ത ഇതിലായി. ഒന്നാമത്തത് അത്ര വലിയ വിദ്യാഭ്യാസ യോഗ്യത, രണ്ടാമത് ഞാനൊരു പുസ്തകം മുമ്പ് എഴുതാറുണ്ട്, സ്ഥിരമായിട്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതാറുണ്ട്, ഈ FB-യിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ പുസ്തകമൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ഒരുപാട് ആൾക്കാർ സാഹിത്യകാരന്മാരുടെ ഇടയിൽ ഈ പുസ്തകം പോയിട്ട് ഇതിനൊരു അംഗീകാരം കിട്ടുന്നത് അത് തീർച്ചയായിട്ടും വലിയൊരു അംഗീകാരം തന്നെ. അംഗീകാരം കിട്ടി. അപ്പൊ ഇത് പറയുമ്പോൾ ഇത് പബ്ലിഷ് ചെയ്തത് ഗ്രീൻ ബുക്സ് ആണ് അല്ലേ? അപ്പോൾ ആളുകൾ, നമ്മുടെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഈ അനുഭവം അവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടി, ഉൾക്കൊള്ളാൻ വേണ്ടി അലിക്കയുടെ ഈ പുസ്തകം ഗ്രീൻ ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് എത്രയാണ്? 310 രൂപയാണ്, ഇന്ത്യൻ രൂപയാണ്, ദിർഹം അല്ല കേട്ടോ. UAE എന്ന് പറയുമ്പോൾ ഒരു ദിർഹം എന്നൊക്കെ തെറ്റിദ്ധരിക്കും. നല്ല ഈ കെട്ടുമട്ടുള്ള നല്ല മനോഹരമായ പുസ്തകമാണ്. ഇതിന്റെ പ്രകാശനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ തന്നെ ഇതിനോടനുബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ ചോദിച്ചല്ലോ, പിന്നെ ഇത് സന്തോഷ് ജോർജ് കുളങ്ങര നിർത്തിയത്. അപ്പൊ എനിക്ക് ഒരു സഞ്ചാര സാഹിത്യം എന്ന് പറഞ്ഞാൽ യാത്ര ഇതാകുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ അതിന് ഉചിതമായ ഒരു വ്യക്തി ലോകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സന്തോഷ് ജോർജ് കുളങ്ങര. തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ ചാനൽ ഞാൻ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ ഒരു അഡിക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ പിന്നെ ഒരു ഇഷ്ടം ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നി ഇതൊന്നും അദ്ദേഹത്തിനെ കൊണ്ടൊന്ന് അവതാരികരിച്ചാൽ എന്താന്ന്. അങ്ങനെ ഞാൻ അതിന് ശ്രമിച്ചു. അതിന്റെ പിന്നിൽ ഒരുപാട് ഇതുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം കൊച്ചിൻ എയർപോർട്ടിൽ അദ്ദേഹം വരുന്നുണ്ട് പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ പോയി ചെന്നു, അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തിനോട് വീരം പറഞ്ഞപ്പോൾ ഞാൻ എഴുതാലോ, ഞാൻ എഴുതി തരാം, പക്ഷെ പുസ്തകം എനിക്ക് ഒരു വേണം, എൻ്റെ ഒരു കോപ്പി ഉണ്ടെന്ന് വെച്ച്. അപ്പൊ ഈ പുസ്തകം ആയിട്ടില്ല, ഞാൻ അതിന്റെ റഫ് കോപ്പി കൊടുത്തു. അദ്ദേഹം വായിച്ചപ്പം 4-ാമത്തെ ദിവസം ഓഫീസിൽ നിന്ന് എനിക്ക് വിളിച്ചു പറഞ്ഞു, അലീക്ക നിങ്ങളുടെ പുസ്തകം ഇറ്റ്സ് എ ഗ്രേറ്റ്, വളരെ നന്നായിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ അവതാരിക എഴുതുന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവതാരിക ഫയൽ ചെയ്തിട്ട് എനിക്ക് വാട്സപ്പിൽ കൂടെ അയച്ചത്. അത് വലിയതാ. ഇത് കൂടി കണ്ടപ്പോഴാണ് ഗ്രീൻ ബുക്സുകാർക്ക് അത് പബ്ലിഷ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഈ നമ്മളെ ഈ പുതിയ ആൾക്കാരുടെ എഴുത്തൊന്നും ഈ ഗ്രീൻ ബുക്സ് മറ്റുള്ള അത്യാവശ്യം നിലവാരമുള്ള ഒരു പ്രസിദ്ധീകരണ കമ്പനിയാണ് അത്. അപ്പൊ അവരുടെ ആള് പറഞ്ഞത്, അവരുടെ ചീഫ് എഡിറ്റർ ശോഭ പറഞ്ഞത് ഇത് വണ്ടർഫുൾ ബുക്കാണെന്നാണ് അവരതിനെ പറ്റിയിട്ട്. ഇതിലെ ഒരു ഡൗട്ട് കേട്ടോ, ഈ ഗ്രീൻ ബുക്ക് മംഗളോദയം, ഗ്രീൻ ബുക്സ് മംഗളോദയം 2 ഗ്രീൻ ബുക്സ് ഡയറക്റ്റും എല്ലാം ഒന്ന് തന്നെ. പക്ഷെ നമ്മുടെ പിന്നെ 2 ഗ്രീൻ ബുക്സ് ഡയറക്റ്റ് ആവുകയാണെങ്കിൽ അവർ കുറച്ച് ടൈം പിടിക്കും ഇതൊക്കെ. അപ്പൊ എനിക്ക് സത്യത്തിൽ ടൈമില്ല, പെട്ടെന്ന് ആവണം എന്നുള്ള എനിക്ക്. ഗ്രീൻ ബുക്സിന്റെ ഡയറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ടൈം പിടിക്കും. പിന്നെ അത് ഏറ്റവും വലിയ എഴുത്തുകാരതൊക്കെയാണ് അവർ ചെയ്യുക. എന്നോട് പറഞ്ഞ് നിങ്ങളുടെ ബുക്ക് അതിന് യോഗ്യത ഉണ്ട്, നമുക്കത് ചെയ്യാം. അപ്പൊ പക്ഷെ 1-2 മാസം കൂടെ പിടിക്കൂട്ടാ, നോക്കി കുറച്ച് പണിയുണ്ട്. കറി വേണ്ട, ഇതന്നെ മതി, മംഗളോദയം തന്നെ മതി. നെക്സ്റ്റ് അടുത്ത ഇതങ്ങനെ ചോദിക്കാൻ കാരണം എന്താ അറിയോ,
മംഗളോദയം വൈദ്യർ എന്റെ തൊട്ടടുത്ത ശരി. അടുത്ത സുഹൃത്താണ്. ഇനി എന്റെ ബുക്ക് ഇത് രണ്ടാമത്തെ അടിക്കണമെങ്കിൽ ഗ്രീൻ ബുക്സ് തന്നെയാണ്. അത് മംഗളോദയം ഉണ്ടാവില്ല, ഡയറക്റ്റ് തന്നെ ചെയ്യാം. മംഗളോദയം അവർ ആ മംഗളോദയം തന്നെയാണ്. സെയിം ആണ്. അത് ശരി. അപ്പൊ എനിക്ക് വല്ലാതൊരു ഞാൻ ഒരു 30-35 വർഷം മുമ്പ് മാധ്യമത്തിൽ കയറി അന്ന് മുതൽ ഉള്ള ബന്ധമാണ്. ഇപ്പോൾ വൈദ്യുതി സുഖമില്ലാതെ കിടപ്പിലാണ്. ഒരു മകന് എല്ലാം പിന്നെ പബ്ലിക് പിന്നെ എന്താണ് ജഡ്ജി അല്ല വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നല്ല ബന്ധമാണ്. അപ്പോൾ അതും ഒരു നിമിത്തമാണ്, നല്ലൊരു കൈപ്പുണ്യമാണ്, നല്ല മനുഷ്യനാണ്. അപ്പൊ നമ്മള് ഇത് പറഞ്ഞു പോകുമ്പോൾ അല്ലാതെ നീണ്ടുപോകും. അദ്ദേഹത്തിന്റെ പ്രസംഗവും അവിടെ അന്നത്തെ ആ ചടങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം രസകരമായ കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അതായത് സാറിങ്ങനെ ഈ സർവീസിൽ വന്നു, ബാങ്കിൽ വന്നു. ആദ്യം ബാങ്കിൽ എന്തായിട്ട് ആദ്യം കയറിയേ? ബാങ്കിൽ ആദ്യം കയറി ഞാൻ മെസ്സഞ്ചറായിട്ട് കയറിയിട്ട് മാനേജറായിട്ട് വരുമ്പോൾ അവിടെ ചില കടമ്പകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് പറയാം, അത് ഒരു അനുഭവമായിരിക്കും. വളരെ ഇതാണ്. അതായത് ഞാൻ മെസ്സഞ്ചറായിട്ട് പണിയെടുത്ത് പിന്നെ ഡ്രൈവറായി, പിന്നെ സപ്പോർട്ട് സർവീസ്, പിന്നെ ഓഫീസർ, സീനിയർ ഓഫീസർ, പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ്, അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് മാനേജർ, പിന്നെ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത്. ഇതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട്. കടമ്പകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റം അല്ല ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി എടുക്കാൻ അറിവുണ്ടോ, കഴിവുണ്ടോ, ബാങ്കിനെ സംബന്ധിച്ചോളം അവർക്ക് ഡിഗ്രിനേക്കാൾ വലുത് ഇൻകമാണ്. അവർക്ക് പിന്നെ എത്ര മാത്രം അവർക്ക് പിന്നെ പൈസ വരണം, ഏത് രീതിയിൽ വരണം എന്നുള്ള ചിന്ത ആണ് ഇവിടെ ബാങ്കിലൊക്കെ ഉള്ളൂ. റവന്യൂ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ ഭാഗ്യത്തിന് ഈ ഒരു അക്കൗണ്ട്സിലോ അല്ലെങ്കിൽ ഒരു പിന്നെ HR ഞാൻ ആവുകയാണെങ്കിൽ എനിക്കിത് ഇത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഒരുപാട് കാലഘട്ടം കൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട വലിയ വലിയ ബിസിനസ്, ലുലു, KM, പിന്നെ ജാഷൻ മാൾ, പിന്നെ ഇത്തിസലാത്ത്, കരിഫോർ, ഇതുപോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ BMW ഇവർ വലിയ വലിയ ഹെഡായ ആൾക്കാരുമായിട്ടുള്ള ഒരു കണക്ഷൻ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞു ബാങ്കിന്റെ ഇതിൽ. കാരണം ബാങ്കിന് ഈ പോസ്റ്റ് മെഷീന്റെ പേയ്മെന്റ് കൊടുക്കുക ബൈ ചെക്കാണെന്ന്. ഈ ബൈ ചെക്ക് ഞാനാണ് വീട്ടിൽ കൊണ്ടുകൊടുക്കുക. അപ്പൊ അവരെ HR-ഉമായിട്ട്, അവരെ ബന്ധുവായിട്ട് ഞാൻ വളരെ ഡീലാണ്. അപ്പൊ ഞാൻ ഒരു പരിചയസമ്പന്നതയാണ്. അങ്ങനെ ബാങ്കിലേക്ക് എനിക്ക് പ്രൊമോഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ IQ ടെസ്റ്റ് കഴിഞ്ഞു, അത് പാസ്സായി. വീണ്ടും പിന്നെ അവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ഇല്ലാതെ തന്നെ അവരെനിക്ക് സപ്പോർട്ട് സർവീസ് ബാങ്കറായിട്ട് പ്രൊമോട്ട് ചെയ്തവർ. അങ്ങനെ ഞാൻ അവിടെ ഒരു കുറച്ച് കാലം 2 കൊല്ലം ജോലി ചെയ്തപ്പോൾ എൻ്റെ ഹെഡ് പറഞ്ഞു, ഓക്കെ അല്ല ഈ സംഗതിയൊക്കെ കറക്റ്റാണ്, നീ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നിന്റെ ജോലി ഈ നന്നായിട്ട് ചെയ്തിട്ട് നിന്റെ കഴിവ് ഇവിടെ തെളിയിച്ചെങ്കിൽ മാത്രമേ പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. ഓക്കെ, എന്താ വേണ്ടി വിതിൻ 3 months നീ അത് തെളിയിക്കണം എന്ന് പറഞ്ഞു. ഒരു 100ഓളം സ്റ്റാഫുള്ള ആ ഇതിൽ പെട്ടെന്ന് കയറിയ ഞാൻ 3ാമത്തെ മാസം എനിക്കായിരുന്നു അവിടുത്തെ സ്റ്റാഫ് ഓഫ് ദ മന്ത്. ശരി. അത് കഴിഞ്ഞ് സ്റ്റാഫ് ഓഫ് ദ മന്ത് ഏറ്റവും നല്ല ഒരു സ്റ്റാഫായിട്ട് തെരഞ്ഞെടുത്ത് തന്നെ. അപ്പൊ അവരൊക്കെ ഭയങ്കര അപ്രീഷിയേഷൻ ആയിരുന്നു എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ UAE തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തിസലാത്തിലായിരുന്നു എന്നെ അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്നെ നിയോഗിച്ചത്. അവിടുത്തെ പോസ്റ്റ് മെഷീനും കാര്യങ്ങളൊക്കെ ഞാനതൊന്ന് നന്നായിട്ട്, എനിക്ക് പ്രൊമോഷൻ കിട്ടണ്ടേ ഇനിയോ കിട്ടി, ഞാൻ കൃത്യമായിട്ട് ചെയ്തു. അപ്പൊ അവിടുത്തെ ഹെഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആരാണ് നാഷണൽ ബാങ്കിൽ ഇത് അലി ആരാ, എന്ത് ഒരു ബന്ധം അല്ലെങ്കിൽ ഇതുമില്ലാത്തൊരു ഇതിൽ ഇത്ര ക്ലിയറായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാതെ. അങ്ങനെ ഇത്തിസലാത്തിന്റെ ഒരു അവാർഡ് എനിക്ക് കിട്ടി. ശരി. ഇത്തിസലാത്തിന്റെ ഏറ്റവും നല്ല സർവീസ് എന്നുള്ള എനിക്ക് അത് വലിയ സംഭവമല്ലേ. നാഷണൽ ബാങ്ക് ഓഫ് അബുദാബിയുടെ ഇത്തിസലാത്ത് തന്നെ ഏറ്റവും വലിയൊരു ഒരു പ്രസ്ഥാനം അംഗീകാരം കൊടുക്കാനോ വലിയതല്ലേ. അത് എനിക്ക് വലിയ കാര്യം കിട്ടി. അത് കഴിഞ്ഞ് 3 മാസം, ഒരു 6 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ബാങ്കിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്ത ആൾക്ക് ഒരു അവാർഡ് കിട്ടും. ഒരു 5-10 ആൾക്കാർക്കാണ് കിട്ടുക, 10,000-കണക്കിന് സ്റ്റാഫിൽ നിന്ന് കിട്ടുക. ആ കൊല്ലം എനിക്കായിരുന്നു അവാർഡ്. അതിന് ഡയമണ്ട് അവാർഡ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ വലിയ ബിസിനസ് ചെയ്ത ഡയമണ്ട് അവാർഡ് വിന്നറാണ് ഞാൻ. എനിക്ക് ഏറ്റവും നല്ല സർവീസിനുള്ള അവാർഡ് 9ഓളം ഇതൊക്കെ കിട്ടിയാണ് ഞാൻ എനിക്ക്. അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഓഫീസറായിട്ട് എന്നെ റെക്കമെൻഡ് ചെയ്തപ്പോൾ HR-ന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇയാള് 10ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്, സർട്ടിഫിക്കറ്റും ഇല്ല,
ഒന്നുമില്ലാതെ ഇത് വിസ അടിക്കണ്ടേ, വലിയ പ്രശ്നമില്ല എന്ന് പറയും. അങ്ങനെ പിന്നെ ഞങ്ങളെ മാനേജറൊക്കെ എന്ത് ചെയ്യും എന്നുള്ള എനിക്ക്, ഞാൻ അവരെക്കാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല ഇൻകം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഓഫീസറായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനം ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റും കൂടി ഡിസ്കസ് ചെയ്തിട്ട് എന്നാലും ഒരു തീരുമാനിച്ചു, എന്നാൽ ഒരു പണിയ അല്ലെങ്കിൽ പിന്നെ ബാങ്ക് ടെസ്റ്റ് കൊടുക്കട്ടെ, ബാങ്ക് ടെസ്റ്റ് കൊടുത്ത് പാസ്സാവട്ടെ, ഇതേ അറിയാൻ പറ്റുള്ളൂ പറയും. അപ്പൊ എന്നോട് എൻ്റെ മാനേജർ വന്നിട്ട് ക്യാപ്റ്റൻ മുട്ട എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ ഹെഡ്, അയാൾക്ക് വളരെ ഇഷ്ടമായിരുന്നു തന്നെ. പുള്ളി പറഞ്ഞാൽ യു ഗോ, നിങ്ങൾ എന്തായാലും പാസ്സാവും, നീ പോയിക്കോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഞാൻ പാസ്സാവാൻ സാധ്യതയില്ല, വിദ്യാഭ്യാസം വേണോ, BCom എങ്കിലും പഠിച്ചെങ്കിൽ മാത്രമേ, ബാങ്കിങ് മേഖല അക്കൗണ്ട്സിൽ പഠിക്കണം. ഇങ്ങനത്തെ ഒരു വ്യക്തി ഇതിൽ പോയിട്ട് ഇതിന് മുന്നേ തന്നെ പിന്നെ MBA-ക്കാരും എല്ലാവരും പോയിട്ട് 1, 2, 3, 4 പ്രാവശ്യം ഇത് ഫെയിലായിട്ട് വരുന്ന ഇതിൽ ഒരു വിദ്യാഭ്യാസം ഞാൻ പോയത് എങ്ങനെ പാസ്സാവും സാർ, നീ പോകുന്നറിയ എന്തിനു പറയണത്. ഇത് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ഞാൻ പിന്നെ ബാങ്ക് ടെസ്റ്റ് പാസ്സായി. പിന്നെ അവിടെ ആർക്കും ഒന്നും പറയാൻ പറ്റുണ്ടായി. എനിക്ക് ഉടനെ തന്നെ ഞാൻ ഓഫീസറാവുകയാണ്, 1 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ സീനിയർ ഓഫീസറാവുകയാണ്, വീണ്ടും 1 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ എക്സിക്യൂട്ടീവ് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് 2017 ബാങ്ക് മെർജ് ചെയ്ത്, നാഷണൽ ബാങ്കും ഫസ്റ്റ് അബുദാബി ബാങ്കും കൂടി മെർജ് ചെയ്തപ്പോൾ അവർ ഒരുപാട് 60% സ്റ്റാഫിനെ അവർ റെഡ്യൂസ് ചെയ്ത്. കാരണം ഇത് അത്ര വേണ്ടല്ലോ, IT ടെക്നോളജി ഒക്കെ ഒരു IT വേണ്ടി അങ്ങനെ അതിന് കുറെ ഒഴിവാക്കി. അങ്ങനെ കുറെ ഒഴിവാക്കുന്ന ആ സന്ദർഭത്തിൽ ഞാനൊക്കെ ഉറപ്പല്ലേ ഒഴിവാകുന്നത്, ഞാനൊക്കെ ഉറപ്പല്ലേ, കാരണം ഒന്നുമില്ല, വിദ്യാഭ്യാസത്തിലൊന്നുമില്ല, പുതിയ മാനേജ്മെന്റ് ബാങ്ക് പുതിയ ഇതിലെത്തി. അപ്പൊ എല്ലാവരും ഒഴിവാക്കുമ്പോ സ്വാഭാവികമായിട്ട് ഞാനും ഒഴിവാകും, അതാണല്ലോ അതിന്റെ ഇത്. പക്ഷെ എന്നെ വിളിച്ചു, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു. പിന്നെ 2017 ജൂണിലെ തോന്നുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല, വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ ഒഴിവാക്കിയ ലെറ്റർ, പിന്നെ ടെർമിനേറ്റ് ചെയ്ത ലെറ്റർ ആയിരിക്കാം ഇതിട്ട് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ ഓഫീസിൽ പോയി, രമണ കുമാർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, എന്നെ വിളിച്ചാൽ കം ഹിയർ സിറ്റ് ഇരുത്തി വെച്ചിട്ടപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഹാപ്പിയാണ്, ഞാൻ നാട്ടിൽ പോകാൻ. അപ്പൊ എന്നോട് പറഞ്ഞു നീ എന്നെ ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്, അപ്പൊ അതുകൊണ്ട് എല്ലാരും ഒഴിവാക്കുന്ന ഈ സമയത്ത് നിനക്ക് പ്രൊമോഷനാണ് ഞങ്ങൾ തരുന്നത്. അത്ഭുതപ്പെട്ട് മാനേജറായിട്ട്. അപ്പൊ ഞാൻ സാർ എനിക്കത് എടുക്കാൻ കഴിയോ ഈ മാനേജറായിട്ട്? അപ്പൊ സാറ് പറഞ്ഞു നിന്റെ ഫുൾ ഹിസ്റ്ററി ഞങ്ങളെത്തുണ്ട്, നിനക്ക് കഴിയും, യു ഷുഡ്, അതുകൊണ്ട് ഷുവറായിട്ട് നിനക്കത് ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് പരിപൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ട് നീ ഇത് സ്വീകരിക്കുക, നീ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ഞാൻ മാനേജറായിട്ട് 2017 മുതൽ 2020 വരെ ഞാൻ അക്വയറിംഗ് പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജറായിട്ട്, ബിസിനസ് മാനേജറായിട്ട് ഞാൻ ജോലി ചെയ്തു. 2020 എനിക്ക് HR പേപ്പർ വന്നപ്പോൾ എൻ്റെ ഈ മാനേജർ തന്നെ എൻ്റെ ഹെഡ് പറഞ്ഞു, രമണകുമാർ പറഞ്ഞു, പിന്നെ അലി നീ പോകണ്ട, ഞാൻ എത്ര കാലം നിനക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയും അത്ര കാലം ജോലി ചെയ്തോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, കാരണം അത് അങ്ങനെയാണ്, ഇനി ഒന്നും പറയണ്ട, അത് നിൽക്കണം തന്നെ. അപ്പൊ ഞാൻ മനുഷ്യ ഞാൻ എൻ്റെ നൈബേഴ്സും എൻ്റെ റിലേഷൻസും എൻ്റെ കുടുംബമൊക്കെ എന്നെ മിസ് ചെയ്തിരിക്കുന്നത്. ലോങ് ടൈമാണ് ഞാൻ ഹിയർ, 42 years about I want to go back to India, so please leave me. അപ്പോൾ 2 years അയാൾ പറഞ്ഞു ഇല്ല, ഞാൻ എനിക്ക് പറയും 1 year പറ്റില്ല. അവസാനം you should continue 6. After that I sign your letter. അങ്ങനെ ഞാൻ 6 മാസം കൂടി നിൽക്കുകയാണ്. ഡിസംബറിൽ എനിക്ക് മെയ് 28 എനിക്ക് ഞാൻ റിട്ടയർഡ് ആയെങ്കിലും കൂടി അടുത്ത ഡിസംബർ ഇതുവരെ എന്നെ അവിടെ നിർത്തി, അദ്ദേഹത്തിന്റെ ഒരു താല്പര്യപ്രകാരം നിർത്തിയിട്ട് വീണ്ടും എന്നോട് അദ്ദേഹം പറഞ്ഞു യു ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിന്യൂ, നെക്സ്റ്റ് പൊസിഷൻ ഞാൻ നിങ്ങൾക്ക് തരാം, സാലറി കൂട്ടി തരാം, നിങ്ങൾക്ക് എന്താ ആവശ്യം അറിയാം. പക്ഷെ അത് വേണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജോലി, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ജോലിയാണ് വലുത്, എനിക്ക് വേറെ ഒന്നുമില്ല. എന്താണോ എന്നെ ഏൽപ്പിച്ചത് അത് ഭംഗിയായിട്ട് ചെയ്യുക. കാരണം എനിക്ക് ബോധ്യമുണ്ട് ഞാൻ ആരുമല്ല, എനിക്ക് അത്ര വലിയ വിദ്യാഭ്യാസം ഇല്ലാന്ന്. അപ്പൊ എനിക്ക് അറിവുള്ളതിൽ അത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് നല്ല കഴിവുണ്ടാവും, ചില കാര്യങ്ങൾ വീക്കാവും. നമ്മൾ ആ വീക്കായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ, ആ വീക്കായ കാര്യങ്ങൾ നമ്മൾ അറിവുള്ള കാര്യങ്ങൾ, നമുക്ക് ഏറ്റവും കൂടുതൽ അറിവുള്ള കാര്യങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളെ വീക്കിനെ മായ്ച്ചു കളയാം.
അപ്പൊ നമുക്ക് അറിയില്ല. ഇതാണ് ഈ പുതിയ തലമുറക്ക് അലി സാഹിബിന്റെ ഒരു അഡ്വൈസും കൂടെ അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അറിയാത്ത ആത്മാർത്ഥത വേണം, കഠിനാധ്വാനം വേണം, അല്ലാതെ ഇതൊന്നും പിന്നെ അങ്ങനെ കൈവെള്ളയിൽ ആരും കൊണ്ടുവന്ന് തരൂല. ത്യാഗം ചെയ്യുന്ന വേണം, അതിന്റെ ഫലം കിട്ടിയിട്ടുണ്ട്. ഞാൻ പൊസിഷനിൽ കയറിയപ്പോ ഞാൻ ഓഫീസ് ബോയ്, മെസ്സഞ്ചർ, ഡ്രൈവർ ഒക്കെ ആയിട്ട് നമുക്ക് പോവാം. പക്ഷെ ഒരു മറ്റുള്ള ഒരു ഇത് ഫിനാൻഷ്യൽ സെറ്റപ്പാണിത്. ഈ ഫിനാൻഷ്യൽ സെറ്റപ്പിൽ ഒരു മാനേജർ അല്ലെങ്കിൽ ഓഫീസർ എന്നൊക്കെ പറഞ്ഞ ലേശം അപ്പൊ ഞാൻ ആ പൊസിഷനിൽ ഇരുന്നപ്പോ അതുവരെ ചായ കൊടുത്തിഞ്ഞ ആള് ഒരു ദിവസം ഞാൻ പിന്നെ ഇരുന്നപ്പോ എനിക്ക് തോന്നി എനിക്ക് കോൺഫിഡൻറ്റ് കിട്ടില്ല എന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരുപാട് പഠിക്കാൻ പോയി. പഠിച്ച് അവസാനം അതും പോരാനപ്പോൾ ബ്രിട്ടീഷ് കൗൺസിൽ 5-8 മാസം വരെ അവിടെ പോയിട്ട് ഉള്ളിടത്തോളം പൈസ ചെലവാക്കിയിട്ട് ഇംഗ്ലീഷിൽ 70% മാർക്ക് വാങ്ങി അവർക്ക് ഒരു മെയിൽ അയക്കാനൊക്കെ ഉള്ള പാഠം പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിരുന്ന്. അതുകൊണ്ട് പരിപൂർണമായിട്ട് നമ്പർ 1 ആയിട്ട് ഫ്രണ്ടിലായിരുന്നു ഞാൻ മാനേജറായിട്ട് നിന്നത്. ഇന്നിപ്പോ വന്നിട്ട് ഞാൻ പോലും ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ടെലിഫോൺ ചെയ്തിരുന്നു, അവരൊക്കെ കാണണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ടൈമില്ല. എന്തായാലും പിന്നെ സത്യത്തിൽ വളരെ സന്തോഷമുണ്ട്. നാസർ മാനു എന്ന് പറഞ്ഞ ആ പ്രതിഭ ആണ് സിദ്ദീഖിനോട് പറഞ്ഞത്. സിദ്ദീഖ് എനിക്ക് എല്ലാവിധ സൗകര്യം ചെയ്തെന്ന് അവിടുത്തെ ഇത് താങ്കളെ പോലുള്ള ഒരു ചാനലിന്റെ ഒരു അധിപൻ അല്ലെങ്കിൽ പിന്നെ നാസർ ഖാനെ പോലത്തെ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടാനും താങ്കളെ ഒരു ഇന്റർവ്യൂ ചെയ്ത് ജനങ്ങളിൽ എത്തിക്കാനും കാണിക്കുന്ന അതിന് ഒരുപാട് നന്ദി. അപ്പോ അലി സാഹിബിന്റെ കഥ അവസാനിക്കണില്ല, ഒരിക്കലും ഇല്ല. ഇപ്പോ ഇനിയും അദ്ദേഹം ഒരു പുതിയ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണെന്നാണ് ഞാൻ അറിഞ്ഞത് അല്ലേ? ഈ പുസ്തകം ഒരു പിന്നെ സഞ്ചാര സാഹിത്യ ആണ്, ഒരു യാത്രാ അനുഭവമാണെങ്കിൽ കൂടി അടുത്ത ബുക്കിന്റെ 3/4 ഭാഗം പണി കഴിഞ്ഞു. അത് എന്റെ ലൈഫ്, UAE ചരിത്രം, 60 വർഷം കാലഘട്ടത്തിലുള്ള നമ്മുടെ നാട്, UAE വന്ന മുതലുള്ള ഇവിടുത്തെ ഏറ്റവും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചും കൊണ്ട് അതിലൊരു കഥാപാത്രമായിട്ട് ഞാനിങ്ങനെ നടക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഏകദേശം 75% കഴിഞ്ഞു. അൽഹംദുലില്ലാ, തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് വെളിച്ചം കാണട്ടെ. ഇതുപോലെ തന്നെ ഇതിനേക്കാളും നല്ല ഒരു അവാർഡ് അലിക്കൊക്കെ കിട്ടട്ടെ. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം. ജയ് ഭാരത്.